എല്ലാവർക്കും മല്ലു റിച്ച് ടിവിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് എന്ന് എനിക്ക് എന്റെ സ്റ്റുഡന്റ് ഫീ പേ ചെയ്യാൻ പറ്റും, അതുപോലെ എപ്പോൾ പേ ചെയ്യാൻ പറ്റും, എത്ര ടൈം എടുക്കും ഇത് പേ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിലും ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ വരുന്നത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, എന്നാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റുഡന്റ് ലോണ്, നിങ്ങളുടെ സ്റ്റുഡന്റ് ലോണ് എങ്ങനെ ഇവിടെ പെട്ടെന്ന് പേ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കൂടെ സ്റ്റുഡന്റ് ലോണ് ഈസി ആയിട്ട് എങ്ങനെ പേ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈസി എന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, അപ്പോൾ എല്ലാം ക്ലിയർ ആയി മനസ്സിലാവും. അതിപ്പോ സ്വീഡനിൽ മാത്രമല്ല, പൊതുവെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സ്വീഡനിൽ പഠിക്കാൻ വന്നപ്പോൾ എനിക്ക് ടോട്ടൽ ചെലവായത് 35 ലക്ഷത്തോളം രൂപയാണ്. അപ്പോൾ 30 ലക്ഷം രൂപ തന്നെ പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ അതർ എക്സ്പെൻസ്, അത് നമ്മൾ ലോൺ ആയിട്ട് എടുത്തതല്ല. പക്ഷെ നമ്മൾ ഈ 30 ലക്ഷം രൂപയുടെ ലോണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ 30 ലക്ഷം ലോൺ 3 ബാങ്കുകളിൽ നിന്നാണ് എടുത്തത്. അതിന്റെ ഇൻട്രസ്റ്റ് രണ്ട് ലോൺ എടുത്തത് 9% ഇൻട്രസ്റ്റിലും, ഒരു ലോൺ എടുത്തത് 15% ഇൻട്രസ്റ്റിലാണ് നമുക്ക് എടുത്തത്. അപ്പോൾ അതില് ഇവിടെ ജോലി കിട്ടിയതിന്റെ ശേഷം ഞാൻ പേ ചെയ്യാൻ തുടങ്ങിയിട്ടും 2 വർഷമായിട്ടും എനിക്കൊരു 10 ലക്ഷം രൂപയുടെ അടുത്തേക്ക് എനിക്ക് പേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ കാരണങ്ങളുണ്ട്. നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മറ്റുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും, പിന്നെ നമ്മൾ കാറ് എടുത്ത് അതിന്റെ ലോണിന്റെ എക്സ്പെൻസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നാട്ടിലേക്ക് പൈസ നമ്മൾ സ്റ്റുഡന്റ് ലോണിലേക്ക് അടയ്ക്കാൻ ഉണ്ടാവില്ല. അതിന്റെ കാരണം ഞാൻ നോക്കിയപ്പോൾ ഒന്ന് നമുക്ക് ഇവിടുത്തെ ലിവിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ എക്സ്പെൻസുകളുണ്ട്. പിന്നെ വേറൊരു മെയിൻ സംഭവം ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, നമുക്ക് നാട്ടിലേക്ക് അയക്കുന്ന പൈസ കുറെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് കൺവേർഷൻ റേറ്റിൽ കുറെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടുതൽ എമൗണ്ട് ആവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. നമുക്ക് ഈ മാസം അടച്ചില്ലെങ്കിലും അടുത്ത മാസം നമുക്ക് അടയ്ക്കാം എന്നുള്ളൊരു എന്താ പറയാ, നമുക്കുള്ളൊരു കോൺഫിഡന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില മാസത്തെ എന്താ പറയും നമ്മൾ പേയ്മെന്റ് സ്കിപ്പ് ചെയ്യും. നാട്ടിലേക്ക് ആദ്യം നമ്മൾ അടയ്ക്കുന്നത് ഇൻട്രസ്റ്റിലേക്കായിരിക്കും. അപ്പൊ ആ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുതലിലേക്ക് വരുള്ളൂ. അപ്പൊ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാനും എന്റെ നൈജീരിയൻ ഫ്രണ്ടിന്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ലോൺ നമുക്ക് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മള് എല്ലാ ബാങ്കുകളിലേക്കും ഞങ്ങൾ പോയി ചോദിക്കായിരുന്നു, നമുക്ക് ലോൺ കിട്ടുമോ, ഞങ്ങൾ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ മെയിൻ ബാങ്കുകൾ എല്ലാം നമ്മള് പറയായിരുന്നു നമുക്ക് ലോൺ കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഞങ്ങളത് പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ പല ബാങ്കുകൾക്കും നമുക്കിവിടെ ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു റെഗുലർ ആയിട്ടൊരു ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് നമുക്ക് ലോൺ തരാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് മെയിൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പല കമ്പനികളും നിങ്ങൾക്ക് ഈ ലോൺ ഉണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു റെഗുലർ ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ പല ബാങ്കുകളും നമുക്ക് 50 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ തരാൻ തയ്യാറാണ്. അത് സിറ്റിസൺ ആണെന്നോ നമുക്ക് സ്റ്റുഡന്റ് ആണെന്നോ എന്നുള്ളതില്ല, നമുക്ക് റെഗുലർ ഇൻകം ഉണ്ടായിരിക്കണം. അതിൽ അവരുടെ പല സൈറ്റുകളിലും എമൗണ്ടുകൾ എത്ര വേണം, ഒരു ഇയർലി എത്ര എമൗണ്ട് കിട്ടണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കാം ഇവിടെ വന്ന് നമുക്കൊരു പാർട്ട് ടൈം ജോലി എടുത്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാം. ചില ബാങ്കുകൾ പാർട്ട് ടൈം ആയാലും കുഴപ്പമില്ല, ചില ബാങ്കുകളിൽ നമുക്ക് ഇയർലി ഇത്രയും ഫുൾ ടൈം ആയിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 50 ലക്ഷം രൂപ വരെ ലോൺ തരാൻ അവർ തയ്യാറാണ്. പല ലോണുകൾക്കും നമ്മൾ വിചാരിക്കും വന്ന് ഇത്രയും വലിയ എമൗണ്ടുകളൊക്കെ ആയിരിക്കും ലോണുകൾ. പല ലോണുകൾക്കും 6%, 7% ഇൻട്രസ്റ്റ് കണ്ടിട്ടുള്ളൂ. ആ സംഭവങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോ പല ആൾക്കാർക്കും നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് പല നമ്മൾ ഫീൽ ചെയ്തിരിക്കുന്നത് പലരും കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം ആ ഒരു പോയിന്റ് ആണ്. കാരണം 30 ലക്ഷം രൂപ എപ്പോൾ നമ്മളല്ല, ഒരു ആവറേജ് ആണ് ഞാൻ പറയുന്നത്, 2 വർഷത്തെ പഠിത്തത്തിന്റെ ഒരു ആവറേജ് പൈസ ചിലപ്പോൾ കൂടുതലായിരിക്കും. 30 ലക്ഷം രൂപയൊക്കെ എങ്ങനെ പേ ചെയ്ത് തീർക്കാൻ പറ്റും, നമുക്ക് എത്ര വർഷം എടുക്കും തീർക്കാൻ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പൊ എന്റെ ഒരു UK എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ എനിക്കറിയായിരുന്നു നമുക്ക് പേ ചെയ്ത് തീർക്കാൻ പറ്റും, പക്ഷെ സമയം കുറച്ചെടുക്കും. നമ്മൾ അതിനെ കുറിച്ചൊന്ന് അറിയണം. യൂറോപ്യൻ കൺട്രീസിലൊക്കെ പൊതുവെ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണത് ഇങ്ങനത്തെ ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സ്കോർ എന്ന് പറയുന്നത് എന്താണെങ്കിൽ
നമ്മളിപ്പോ ഇവിടുന്ന് ഒരു ലോണോ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അവര് എല്ലാ ബാങ്കിലും ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ പേരിൽ എന്തെങ്കിലും കടങ്ങൾ കിടക്കുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും ബാങ്കിന്റെ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവര് ചെക്ക് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് സ്കോർ ബാഡ് ആണെന്നുണ്ടെങ്കിലും ചില ബാങ്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. ചില ബാങ്കുകൾക്ക് അത് പ്രൊവൈഡ് ചെയ്യില്ല. ഈ ഒരു ആശയം എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രണ്ട് ഇതേപോലെ ഈ ലോൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലോൺ ട്രൈ ചെയ്തപ്പോൾ അവർക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസസ് കുറയും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും കമ്പനി നമുക്ക് ഒരു ക്രെഡിറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു ക്രെഡിറ്റ് എടുത്തിട്ട് നമ്മൾ അവർ പറയുന്ന സമയത്തിന് മുമ്പ് നമ്മൾ പേ ചെയ്ത് തീർക്കുക. അപ്പൊ ഞാൻ അതേപോലെയാണ് മുമ്പ് ചെയ്തിരുന്നത്. ഇവിടെ ക്ലർണ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അപ്പൊ ആ ക്ലർണ കാർഡ് നമുക്ക് തരുന്ന കാർഡില് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതെല്ലാം ഈ കാർഡ് വെച്ച് വാങ്ങും. എന്നിട്ട് അതിലേക്ക് തന്നെ പേ ചെയ്യും. അപ്പൊ നമ്മൾ അവരെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് മറ്റുള്ള ബാങ്കുകൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇതേപോലെ റെഗുലർ ആയിട്ട് പൈസ വാങ്ങി പേ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എനിക്ക് ലോൺ കിട്ടി. വേറെ ഈവൻ എനിക്കൊരു 60,000 രൂപ എന്റെ കാറിന്റെ ലോൺ എടുക്കുന്ന പോലും ഈ 200,000, അതായത് 20 ലക്ഷം രൂപ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ അവർ എനിക്ക് ലോൺ തന്നു. ലോൺ എടുത്ത് വരുന്ന ആൾക്കാർക്ക് പേടിക്കേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചെങ്കിൽ ഇവിടെ ജോലി കണ്ടുപിടിക്കാൻ നോക്കുക. റെഗുലർ ആയിട്ട് ഒരു ഇൻകം അതിലേക്ക് വരുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ നിങ്ങൾക്ക് പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റും. അത് വെറുതെ പറഞ്ഞതല്ല, എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. ഈ 200,000 ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. ഈ 200,000 അവര് എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ അവരെനിക്ക് പേ ചെയ്യും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചെങ്കിൽ എന്റെ കാറിന്റെ ഉള്ള ഇൻട്രസ്റ്റ്, ഞാൻ മറ്റേ ക്രെഡിറ്റ് കാർഡുകൾക്ക് പേ ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ അതേപോലെ എന്റെ നാട്ടില് ഞാൻ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റുകൾ, ഇതെല്ലാം കൂടി ഒറ്റ ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. 6% ഇപ്പൊ ഞാൻ എന്റെ 200,000, അതായത് 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ പേ ചെയ്യുന്നത് വെറും 6%. അപ്പൊ കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനി ഇത് ഇപ്പോഴും പല ആൾക്കാരും വിചാരിക്കും ഓക്കെ ഇപ്പോഴും ലോണ് എടുക്കുന്നുണ്ടല്ലേ എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ അറിയും കൂടിയില്ല. നമ്മുടെ ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം. ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ്. നമ്മൾ സാലറി വരുമ്പോൾ സാലറിന് ഇത്രയും ഒരു എമൗണ്ട് അവരുടെ ലോണിലേക്ക് എടുക്കും. ആ ലോണിൽ എടുക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റും നമ്മുടെ ക്യാപിറ്റലും കൂടിയിട്ടാണ്. അതായത് മുതലും പലിശയാണ് അവർ മൊത്തമായിട്ട് അതിലേക്ക് എടുക്കുന്നത്, ഒരു ചെറിയ എമൗണ്ട്. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് 4 വർഷത്തിനുള്ളിൽ ഇത് പേ ചെയ്ത് തീർക്കാന്നുള്ളത്. 4 വർഷത്തിന് മുമ്പ് എനിക്ക് പേ ചെയ്താണെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൈവറ്റ് ബാങ്കുകളും പിന്നെ നോർമലായിട്ട് ഇപ്പൊ 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ബാങ്കുകളിൽ നിന്നും ഈ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ലോക്കൽ ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ നോക്കുക. കാരണം അവർ ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം ഞാൻ കണ്ടിരിക്കുന്നത് 3% കൂടെയാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ നോക്കുക. ഞങ്ങളുടെ കാര്യത്തില് അത് 2 പേരും വർക്കിംഗ്, അതായത് ഒരാൾ മാത്രം വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞങ്ങളുടെ പേരിൽ കിട്ടാത്തത്. പിന്നെ കുട്ടികൾ ഉള്ളത് കൊണ്ടും അവർ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ആണ് നമുക്ക് ലോൺ തരുന്നത്. പ്രൈവറ്റ് ബാങ്കുകൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. നമുക്ക് അവർ ചോദിക്കുന്ന പൈസ നമ്മൾ തരും, നമ്മുടെ സാലറി ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് തോന്നിയ പോലെ അവർക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ എല്ലാം റൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ മുകളിലാണ്. അപ്പോൾ ഒരു മാക്സിമം ഒക്കെ പോവാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 6-7% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. ചിലപ്പോൾ ചിലത് നമ്മുടെ സാലറി കുറവാണ്, നമുക്ക് ബാഡ് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഞാൻ കാർ ലോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് 6.45% ആയിരുന്നു അവര് ചാർജ് ചെയ്തിരുന്നത്. പക്ഷെ ഞാനൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് 6% ആണ് അവര് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ 0.45% കൂടുതൽ നമുക്ക് ചാർജ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമ്മളൊന്നും മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ലോണുകളൊക്കെ എടുക്കുക. നമ്മൾ കമ്പയർ ചെയ്യുക. കാരണം പല ബാങ്കുകൾക്കും കാർ ലോൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ പേഴ്സണൽ ലോൺ എടുത്തിട്ട് നമുക്ക് കാർ വാങ്ങുമ്പോൾ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യാം. എനിക്ക് ഈ ലോൺ കിട്ടിയിരിക്കുന്നത് DNB എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ആണ് കിട്ടിയിരിക്കുന്നത്. അവര് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാറിന്റെ ലോൺ എനിക്ക് തന്നത്. ആ സമയത്ത് ഇതിനെ കുറിച്ചൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബാങ്കിങ്ങിന് ചാൻസ് ഉണ്ട്, നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടും എന്നുള്ളത്. പിന്നെ എക്സിസ്റ്റിംഗ് ഒരു വലിയൊരു ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു അടുത്തൊരു ലോൺ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. ഇത് നമ്മൾ അതിന് മുമ്പ് നമ്മൾ പേ ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് അതിലും കൂടുതൽ പൈസ ചിലപ്പോൾ പക്ഷെ നമുക്ക് കിട്ടാൻ ചാൻസുകളുണ്ട്.
ആകെ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കുക, ഒരു റെഗുലർ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 30 ലക്ഷത്തിന്റെ ലോണ് ഒന്നുമില്ല, ഈസി ആയിട്ട് കിട്ടും. അതിനാകെ വേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ആണ്. പേഴ്സണൽ നമ്പർ ഉള്ളവർക്ക് ആ സംഭവം കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട് പേഴ്സണൽ നമ്പറിനെ കുറിച്ച്. അപ്പൊ ആ പേഴ്സണൽ നമ്പർ ആണ് ഇതിനാകെ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന സംഭവം. ബേസിക്കലി പേഴ്സണൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അത്രയും ഇമ്പോർട്ടന്റോട് കൂടിയിട്ട് നമ്മൾ ഈ പേഴ്സണൽ നമ്പറിനെ കാണുക. ഇവിടെ വരുമ്പോൾ മാക്സിമം 2 ഇയർ കോഴ്സുകളൊക്കെ എടുത്ത് നമ്മൾ ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത്രയും എമൗണ്ട് ഒന്ന് ആലോചിച്ച് പേടിക്കേണ്ട. കാരണം ഇവിടെ വരുമ്പോൾ അതൊക്കെ ഒരു 3-4 വർഷത്തിനുള്ളിൽ പേ ചെയ്ത് തീർക്കാവുന്ന എമൗണ്ടുകളാണ്. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കുക. സ്വീഡനിൽ മാത്രമല്ല, വേറെ ഏത് യൂറോപ്യൻ കൺട്രീസിൽ വേറെ എവിടെ പോയാലും അവിടുത്തെ ബെനിഫിറ്റ്സുകളെ കുറിച്ച് പഠിക്കാൻ നോക്കുക, എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ നോക്കുക, അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കരുത്. നമ്മുടെ ഡ്രീമായിട്ട് തന്നെ എല്ലാവരും മുമ്പിലേക്ക് പോവുക. എല്ലാവരുടെയും ഡ്രീമും അതേപോലെ നടക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കും അതേപോലെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണുവരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. ബൈ.